വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫസ്റ്റ് ടൈം എവാലുവേഷൻ 2025-26, അതായത് ഓണം പരീക്ഷയോടനുബന്ധിച്ച് 4ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് മക്കൾക്കറിയാം നിങ്ങൾക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെന്ന് അറിയാം അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോവാം. നോക്കൂ, ഫസ്റ്റ് ആക്ടിവിറ്റി എന്താ തന്നിരിക്കുന്നത്? ഷേപ്സ് എറൗണ്ട് അസ്. ഇതാണ് നോക്കാം. ലച്ചു വാസ് മേക്കിംഗ് ഹെർ ഗാർഡൻ ബ്യൂട്ടിഫുൾ വിത്ത് റോസസ് ആൻഡ് സൺഫ്ലവേഴ്സ് ഓൺ 2 സൈഡ്സ്. ലച്ചുവിനൊരു ഗാർഡൻ ഉണ്ട് അല്ലേ. അതിലെന്തൊക്കെയുണ്ട്? റോസസും സൺഫ്ലവേഴ്സും ഉണ്ട് 2 സൈഡിൽ. ഫോർ റോസസ് ഷീ മെയ്ഡ് എ ഫെൻസ് വിത്ത് ഈച്ച് സൈഡ് 6 മീറ്റർ ലോങ്. അവൾ റോസിന് വേണ്ടിയിട്ട് ഓരോ സൈഡും എത്ര മീറ്റർ ലോങ്ങിലാണ് ഒരു ഫെൻസ് ചുറ്റിയിരിക്കുന്ന ഒരു വേലി ചുറ്റിയിട്ടുണ്ട് അല്ലേ. റോസിന് വേണ്ടി അവൾ ചുറ്റിയിരിക്കുന്ന വേലി ഓരോ സൈഡും എത്ര മീറ്ററാണ്? 6 മീറ്റർ ലോങ് ആണ്. ഫോർ സൺഫ്ലവേഴ്സിന് വേണ്ടി ഷീ മെയ്ഡ് എ ഫെൻസ് ഓഫ് 2 സൈഡ് 3 മീറ്റർ. അവൾ ഉണ്ടാക്കിയിരിക്കുന്ന വേലിയുടെ 2 സൈഡ് 3 മീറ്ററും ആൻഡ് 2 സൈഡ് 4 മീറ്ററും, 2 സൈഡ് 4 മീറ്ററും ആണ്. അങ്ങനെയെങ്കിൽ എന്താണ് നമുക്ക് ചോദ്യം ചോദിച്ചിരിക്കുന്നത് നോക്കാം. ഇഫ് ദ ഫെൻസ് ഈസ് ഡെക്കറേറ്റഡ് വിത്ത് റെഡ് കയർ, ഹൗ മച്ച് ഡസ് ഷീ നീഡ് ഫോർ ഈച്ച് ഫെൻസ്? അവള് റെഡ് കയർ വെച്ചിട്ട് എന്താണ് ഈ ഫെൻസ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഡസ് ഷീ നീഡ് ഫോർ ഈച്ച് ഫെൻസ്? അവൾക്ക് ഓരോ ഫെൻസിനും വേണ്ടിയിട്ട് എത്രത്തോളം വേണ്ടി വരും? ഹൗ മച്ച് ഡസ് ഷീ നീഡ് ഫോർ ഈച്ച് ഫെൻസ്? ഓരോ വേലിക്കും എത്ര വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റോസസ് ഫെൻസിൻ്റെ നമുക്കറിയാം. എങ്ങനെ നമ്മൾ എഴുതുക? അപ്പോൾ നമുക്ക് എഴുതാം. എങ്ങനെ? റോസസ് ഫെൻസ് എടുക്കുക ആദ്യം അല്ലേ. റോസസിൻ്റെ ഫെൻസിന് 1 സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? 1 സൈഡ് 6 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് റെഡ് റോപ്പ് നീഡഡ് ടു ബിൽഡ് എ ഫെൻസ് അല്ലേ. ഒരു ഫെൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ട റെഡ് റോപ്പിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? നമുക്കറിയാം എല്ലാ സൈഡും ഈക്വൽ ആണ് അല്ലേ. എല്ലാ സൈഡും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് 6, ഇതും 6, ഇത് എത്രയായിരിക്കും? 6. അപ്പം മൊത്തം എത്രയായിരിക്കും? നമുക്ക് എങ്ങനെ ചെയ്യാം? 6 + 6 + 6 + 6, 4 അല്ലേ. 4 × 6 എത്രയാണ്? 24 അല്ലേ. 24 മീറ്റർ. അപ്പോൾ റെഡ് റോപ്പ് അല്ലേ ലെങ്ത് അത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് എത്രയായിരിക്കും? 24 മീറ്റർ ആയിരിക്കും. 24 മീറ്റർ ആയിരിക്കും. ഇനി നമുക്ക് ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ കിട്ടി, റോസസ് ഫെൻസിൻ്റെ കിട്ടി. ഇനി അടുത്ത് സൺഫ്ലവർ ഫെൻസസിൻ്റെ നോക്കണം. സൺഫ്ലവർ ഫെൻസസിൻ്റെ എന്താ പ്രത്യേകത? നോക്കൂ മക്കളെ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 2 സൈഡ് 3 മീറ്ററും ആൻഡ് 2 സൈഡ് 4 മീറ്ററും. അപ്പോൾ 2 സൈഡ് 4 മീറ്ററും 2 സൈഡ് 2 മീറ്ററും വെച്ചിട്ടാണ് അല്ലേ. അല്ല 2 അല്ല, എത്രയാണ്? 3 മീറ്ററും വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ മൊത്തം എത്ര വേണമെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കൂ, 4 + 4 + 4 + 3 + 3 അല്ലേ. അപ്പോൾ എത്ര കിട്ടും മൊത്തം? 4 + 4 + 3 + 3, അപ്പോൾ മൊത്തം 14 മീറ്ററിന്. അപ്പോൾ റോസസ് ഫെൻസിന് വേണ്ടിയിട്ട് 24 മീറ്റർ കയർ വേണം. മറ്റേതിന് വേണ്ടിയിട്ട് എത്ര വേണം? 14 മീറ്ററും വേണം. അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടെ കൂടി ടോട്ടൽ എത്ര വേണം? 24ഉം 14ഉം കൂടെ കൂടി പ്ലസ് ചെയ്താൽ വെക്കാൻ മതി അല്ലേ. അപ്പോൾ ഓരോ ഫെൻസിനും വേണ്ടിയിട്ടുള്ളത് കണ്ടുപിടിക്കാനേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഫെൻസിന് നമുക്ക് എത്ര കണ്ടുപിടിച്ചു? 24 മീറ്റർ. രണ്ടാമത്തെ ഫെൻസിന് 14 മീറ്റർ. ക്ലിയർ ആണോ മക്കളെ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേ? ഫ്രം ദ ഓപ്ഷൻസ് ബിലോ ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. താഴെ കുറച്ച് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അതിൽ ഓഡ് വൺ ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾ സൈഡ് 7 സെൻറ്റിമീറ്റർ, 3 മീറ്റർ ഈച്ച് സൈഡ്, 9 9 9 9 4 8 4 8.
ഇതിൽ ഓഡ് വൺ ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചത്. ഓൾ സൈഡ് 7 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? സ്ക്വയർ ആയിരിക്കും. എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും അല്ലേ? 3 മീറ്റർ ഈച്ച് സൈഡ് എന്ന് പറഞ്ഞാലും എന്തായിരിക്കും? എല്ലാ സൈഡും ഈക്വൽ അല്ലേ? അടുത്തത് എന്താണ്? എല്ലാ സൈഡും 9 അതും എന്ത് തന്നെയാണ്? അപ്പം എല്ലാ സൈഡും ഇതിൽ പറയുന്ന എയും ബിയും സിയും എന്ത് തന്നെയാണ്? ഈക്വൽ സൈഡ്സ് ആണ് അല്ലേ? ഈക്വൽ സൈഡ്സ്, അതായത് സ്ക്വയറിൻ്റെയാണ് പറയുന്നത്. പക്ഷെ ഇതിൽ നോക്കിയേ, ഇത് റെക്റ്റാങ്കിളിൻ്റെ ആണ് പറയുന്നത് അല്ലേ? രണ്ട് സൈഡ് ഈക്വൽ അല്ലേ? രണ്ട് സൈഡ് ഈക്വലും രണ്ട് സൈഡ് ഇതാ ഈക്വൽ, അങ്ങനെ 4 സൈഡ് അല്ലേ? രണ്ട് സൈഡ് ഈക്വൽ അല്ലേ? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ ഇത് ഏത് ഓഡ് വൺ ആയിട്ടുള്ളത് ഏതാണ്? അപ്പോൾ ഓഡ് വൺ ആയിട്ടുള്ളത് ഏതാണ്? ഓഡ് വൺ ആയിട്ടുള്ളത് ഇതാണ്. ബാക്കിയെല്ലാം ഈക്വൽ സൈഡ്സ് ആണ് പറയുന്നത്. ഡി എന്ന് നിങ്ങൾ കറക്റ്റ് ചെയ്യാം. ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ സ്റ്റേറ്റ്മെന്റ്, ചൂസ് ദ ഇൻകറക്റ്റ് വൺ. സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയിട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റായത് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റീത്ത, സ്ക്വയർ ഹാസ് 4 സൈഡ്. സ്ക്വയറിന് 4 സൈഡ് ഉണ്ടെന്ന് പറഞ്ഞു. റെജി, ദ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ റെക്റ്റാങ്കിൾ ആർ ഈക്വൽ. റെജി എന്താ പറഞ്ഞേ? റെക്റ്റാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞു. ആൻഡ് കിരൺ എന്താ പറഞ്ഞേ? ദ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ റെക്റ്റാങ്കിൾ ആർ ദ സെയിം ഡിസ്റ്റൻസ് അപ്പാർട്ട്. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് റെക്റ്റാങ്കിൾ ആർ ദ സെയിം ഡിസ്റ്റൻസ് അപ്പാർട്ട്. ഇനി ഡി പറയുന്നത് എന്താണ്? ആമിന പറയുന്ന ഓൾ സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിൾസ് ആർ ഡിഫറെൻറ്റ്. എല്ലാ സൈഡ്സും റെക്റ്റാങ്കിളിൻ്റെ ഡിഫറെൻ്റ് ആണ്. ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആര് പറയണതാണ് തെറ്റായിട്ടുള്ളത്? ഡി, ആമിന പറയുന്നതാണ്. റെക്റ്റാങ്കിളിൻ്റെ എല്ലാ സൈഡും ഡിഫറെൻ്റ് ആണെന്നാണ് പറഞ്ഞത്. അല്ല, റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പോൾ ആര് പറയണതാണ് തെറ്റ്? ആമിന പറയുന്നതാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് ദ ഷേപ്പ് ഷോൺ ബിലോ. താഴെ കാണിച്ചിരിക്കുന്ന ഷേപ്പിന്റെ പേര് ഏത്? ഇത് എന്ത് ഷേപ്പാണ്? ഒരു ഐസ്ക്രീം പോലെ ഇരിക്കുന്നുണ്ട് അല്ലേ? ഐസ്ക്രീമിന്റെ കോൺ പോലെ. അപ്പൊ ഇത് എന്ത് ഷേപ്പ് തന്നെയാണ് മക്കളെ? കോൺ ഷേപ്പ്. എന്താണ്? കോൺ ഷേപ്പ് ആണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി, ഷോപ്പിംഗ് ടൈം. റിതിക went to the shop to buy kitchen item for her house. റിതിക went to the shop to buy kitchen items for her house. അവളുടെ വീട്ടിലേക്ക് വേണ്ടി. ആരെയാണ്? റിതിക. റിതികയുടെ വീട്ടിലേക്ക് വേണ്ടി കുറച്ച് കിച്ചൺ ഐറ്റംസ് ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോയി. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവൾ വാങ്ങിച്ചത്. മിക്സി 1400 രൂപ, ഫ്രിഡ്ജ് 6700 രൂപ, ഗ്യാസ് സ്റ്റൗ 1700 രൂപ അല്ലേ? ഹൗ മച്ച് മണി ഡിഡ് ഷീ സ്പെൻഡ് ഓൾ ടുഗദർ. അവൾ മൊത്തം എത്ര രൂപ സ്പെൻഡ് ചെയ്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? മൊത്തം എത്രയാണ്? നമുക്ക് പ്ലസ് ചെയ്ത് നോക്കാം അല്ലേ? 1400 പ്ലസ് 6700 പ്ലസ് 1700 എല്ലാം കൂടി പ്ലസ് ചെയ്യാം. അപ്പം എത്ര കിട്ടി? 9800 റുപ്പീസ്. മക്കളിതൊന്ന് പ്ലസ് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാം മൂന്നും കൂടി പ്ലസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മൊത്തം അവൾ എല്ലാത്തിനും കൂടി എത്ര സ്പെൻഡ് ചെയ്തു എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ബി ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, യാമിക ഹു വെന്റ് വിത്ത് ഋതിക അല്ലേ? യാമികയും ഋതികയുടെ ഒപ്പം പോയി. പോട്ടെ ഡിന്നർ സെറ്റ്. എന്നിട്ട് എന്താ വാങ്ങിച്ചേ? ഡിന്നർ സെറ്റ്. ഷീ ഗേവ് ₹1000 in total. From the options below, choose the correct pair of amount that added up to ₹1000. അപ്പോൾ 1000 രൂപയ്ക്കാണല്ലേ അവൾ വാങ്ങിച്ചത്. അപ്പോൾ 1000 എന്ന് പറയുന്നത് ഏതൊക്കെ നമ്പേഴ്സ് തമ്മിൽ, ഏതൊക്കെ ഇത് തമ്മിൽ ആഡ് ചെയ്താൽ 1000 കിട്ടുമെന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ഈ പറയണ 457ഉം 553യും ആഡ് ചെയ്ത് നോക്കുക. അങ്ങനെ ഓരോന്നും ആഡ് ചെയ്ത് നോക്കുക. മനസ്സിലായോ? ഇങ്ങനെ ഓരോന്നും ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1000 എന്ന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. 1000 കിട്ടുന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന സംഖ്യകൾ ഏതൊക്കെയാണോ, ഓപ്ഷൻ ഏതാണോ അതാണ് നിങ്ങളെടുത്ത് എഴുതേണ്ടത്. ഇതിൽ ഏതൊക്കെയാണ്? ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 525ഉം 475ആണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 525 പ്ലസ് എത്രയാണ്? 475 അല്ലേ? 5 എത്രയാണ്? 10 ആണ്. 1 ഇങ്ങോട്ട് പോയി. അപ്പോൾ 7 + 3 എന്ന് പറയുന്നത് 10 ആണ്. വീണ്ടും 0 പോയി, 1 പോയി.
അല്ലേ? 415 55 10. അപ്പോൾ 1000 കിട്ടി. ഇങ്ങനെ ഓരോന്നും നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 1000 കിട്ടുന്നത് എത്രയാണെന്ന് നോക്കണം. ഈ നമ്പറും കൂടി പ്ലസ് ചെയ്യുക. ഈ നമ്പറും കൂടി പ്ലസ് ചെയ്യുക. അടുത്ത നമ്പറും കൂടി പ്ലസ് ചെയ്യുക. ഈ നമ്പറും കൂടി പ്ലസ് ചെയ്യുക. ഇതിൽ 1000 കിട്ടുന്നത് ഏതാണെന്നാണ് എന്നിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഏതാണ് മക്കളെ? സി ആണ് ഇതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സി ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, സി ക്വസ്റ്റ്യൻസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? They saw a bumper prize challenge and to win it they had to guess the number given in the clue. What is the number? അവരൊരു ബമ്പർ പ്രൈസ് ചലഞ്ച് കണ്ടു അല്ലേ? ആൻഡ് ടു വിൻ ഇറ്റ്, അതിൽ വിന്നായി. ദേ ഹാഡ് ടു ഗസ് ദ നമ്പർ ഗിവൺ ഇൻ ദ ക്ലൂ. വാട്ട് ഈസ് ദ നമ്പർ? അവരുടെ നമ്പർ ഏതാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യാനെന്ന് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ദ നമ്പർ ആൻഡ് വിൻ ദ ഗെയിം എന്നാണ് പറയുന്നത്. ക്ലൂ. അപ്പോൾ നമുക്ക് നോക്കാം. ദ നമ്പർ ഈസ് ബിറ്റ്വീൻ, എന്താ പറയണേ? ബിറ്റ്വീൻ 3000 ആൻഡ് 400. ആ നമ്പർ എന്ന് പറയുന്നത് 3000-നും 4000-നും ഇടയ്ക്കുള്ള നമ്പർ ആയിരിക്കും. അപ്പം നമുക്കറിയാം ദ ഫസ്റ്റ് നമ്പർ ഓഫ് ദ ഫോം 3000 തൊട്ട് 4000 വരെയുള്ളതിൽ ഫസ്റ്റ് നമ്പർ ഏതായിരിക്കും? 3 ആയിരിക്കും അല്ലേ? 4000-ൽ മാത്രമേ 4 ഉള്ളൂ. ബാക്കി 3000 തൊട്ട് 4000 മുമ്പ് വരെയുള്ള സംഖ്യകളിൽ എത്രയായിരിക്കും? 3 ആയിരിക്കും അല്ലേ? സോ ദ ഫസ്റ്റ് നമ്പർ ഈസ് ഓഫ് ദ ഫോം എത്രയായിരിക്കും? 3 ആയിരിക്കും. ഇനി നെക്സ്റ്റ് ക്ലൂ തന്നിരിക്കുന്നത് ലാസ്റ്റ് ഡിജിറ്റ് ഈസ് ടോയ്സ് ദ ഫസ്റ്റ് ഡിജിറ്റ്. ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലാസ്റ്റ് ഡിജിറ്റ് ഈസ് ടോയ്സ് ദ ഫസ്റ്റ് ഡിജിറ്റ്. ഫസ്റ്റ് ഡിജിറ്റിൻ്റെ ടോയ്സ് ഇരട്ടി ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ലാസ്റ്റത്തെ നമ്പർ. അപ്പോൾ 3 ഇൻറ്റു ടോയ്സ് എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഗുണിക്കുക. 3 ഇൻറ്റു 2 എത്രയാണ്? 6. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് കിട്ടി. ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് ഡിജിറ്റ് പ്ലസ് ലാസ്റ്റ് ഡിജിറ്റ് ഈസ് ഈക്വൽ ടു തേർഡ് ഡിജിറ്റ്. മൂന്നാമത്തെ ഡിജിറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ഡിജിറ്റും ലാസ്റ്റ് ഡിജിറ്റും തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പോൾ തേർഡ് ഡിജിറ്റ് കിട്ടും. 6 + 3 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 9 കിട്ടും. ക്ലൂ അനുസരിച്ച് നമ്പർ ഏതാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യാണ്. ഇനി ദ സെക്കൻഡ് ആൻഡ് ലാസ്റ്റ് ഡിജിറ്റ് ആർ ദ സെയിം. ദ സെക്കൻഡ് ആൻഡ് ലാസ്റ്റ് ഡിജിറ്റ്സ് ആർ ദ സെയിം. സെക്കൻഡ് ഡിജിറ്റും ലാസ്റ്റ് ഡിജിറ്റും സെയിം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഡിജിറ്റ് എന്ന് പറയണത് ലാസ്റ്റ് ഡിജിറ്റും സെയിം. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണ് മക്കളെ? 6 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഡിജിറ്റ് എത്ര തന്നെയായിരിക്കും? 6 ആയിരിക്കും. അപ്പോൾ നമ്മുടെ നമ്പർ എത്രയായിരിക്കും? നമുക്ക് എഴുതാം. ഫസ്റ്റ് ഡിജിറ്റ് 3, സെക്കൻഡ് ഡിജിറ്റ് തന്നിട്ടുണ്ട് എത്രയാണ്? 6. ഇനി തേർഡ് ഡിജിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 9 അല്ലേ? ഇനി ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? 6. അപ്പോൾ നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ക്ലൂ അനുസരിച്ച് നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി ടൂർ ഡേ ആണ്. ഇറ്റ് വാസ് ദ സെക്കൻഡ് ഡേ ഓഫ് ദ സ്കൂൾ ട്രിപ്പ് ടു എറണാകുളം. ദ ചിൽഡ്രൻ വെയർ thoroughly enjoying their journey with fun, laughter, food and puzzles. For lunch, they went into a seafood hotel. After the meal, Adul sir gave the notes in the following manner. എന്താണ്? ഒരു എറണാകുളത്ത് ഒരു ട്രിപ്പിന് പോയി, സ്കൂൾ ട്രിപ്പിന് പോയി അല്ലേ? അത് സെക്കൻഡ് ഡേ ആയിരുന്നു. ദ ചിൽഡ്രൻ വെയർ thoroughly enjoying their journey അല്ലേ? കുട്ടികൾ അത് നന്നായി എൻജോയ് ചെയ്യുന്നു. ഫൺ ഉണ്ടായിരുന്നു, ഫുഡ് ഉണ്ടായിരുന്നു, പസിൽസ് ഒക്കെ അല്ലേ? ഫോർ ലഞ്ചിന് വേണ്ടിയിട്ട് അവർ കഴിച്ചത് സീ ഫുഡ് ഹോട്ടലിലാണ് അവർ കയറിയത്. മീലിന് ശേഷം അതിൽ സാർ കുറച്ച് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. നോട്ട്സും കോയിൻസും കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഹൗ മച്ച് മണി ഡിഡ് ഹി ഗീവ് ഇൻ ടോട്ടൽ? ടോട്ടൽ അവന് എത്ര പൈസയാണ് കൊടുത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഇവിടെ കാണുന്ന നമ്പർ എത്രയാണ്? 500 rupees ആണ് കേട്ടോ. ഇത് 500ൻ്റെ എത്ര നോട്ട് ഉണ്ടെന്ന് ആദ്യം ഉണ്ട്. 1 2 3 4. അപ്പോൾ എത്ര 500 കൊടുത്തു? 500 4 ആണ് കൊടുത്തത്. 500 × 4 ചെയ്യുക ആദ്യം. പിന്നെ നോക്കൂ, എത്ര 100 രൂപ കൊടുത്തു? 1 2 3. എത്ര 100 കൊടുത്തു? 3 100 കൊടുത്തു. അപ്പോൾ 100 × 3 കൊടുക്കുക. അത് ചെയ്തു നോക്കുക. പിന്നെ എത്ര 50 കൊടുത്തു? 150 കൊടുത്തോളൂ. അപ്പോൾ 50. 1 × 50 50 അല്ലേ? ഇനി അടുത്ത് കൊടുത്തിരിക്കുന്നത് എത്ര 1 rupees ആണ്? 1 2 3 4 5 6 7. അപ്പോൾ 1 rupees എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 7.
അപ്പോൾ ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ 500 × 4 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 × 4 20 അല്ലേ? അപ്പോൾ 20 ഇടുക, പിന്നെ 2 0 ഇടുക. ഓക്കെ, അപ്പോൾ എത്ര ഇടും? 2000. അടുത്തത് 100 × 3, അപ്പോൾ 300 അല്ലേ? 300 പ്ലസ് 300. 1 × 50 50 അല്ലേ? പ്ലസ് 50. 1 × 7 7, അപ്പോൾ പ്ലസ് 7. അപ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും എന്ന് നോക്കുക. അപ്പോൾ എത്ര കിട്ടണേ? 2357 അല്ലേ? 2300. നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഫസ്റ്റ് കാണുന്ന 2 3 5 7 നമ്പേഴ്സ് എടുത്ത് എഴുതിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടോട്ടൽ കിട്ടും 2357. ക്ലിയർ അല്ലേ മക്കളെ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ. They sat at a table with 20 seats, 10 on each side. If the first student's seat number was 2789, what is the seat number of the last student at the table? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു അല്ലേ, ദേ സാറ്റ് ടേബിൾ വിത്ത് 20 സീറ്റ്സ് ഉണ്ട്. അതിൽ 10 പേര് ഒരു സൈഡിലും മറ്റു പേര് 10 പേര് ഒരു സൈഡിലും. ഇഫ് ദ ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ സീറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 2789 ആണ്. 2789 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചിരിക്കണേ? വാട്ട് ഈസ് ദ സീറ്റ് നമ്പർ ഓഫ് ദ ലാസ്റ്റ് സ്റ്റുഡൻറ്റ്? ലാസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ സീറ്റ് നമ്പർ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലാസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ സീറ്റ് നമ്പർ നോക്കാൻ വേണ്ടി മൊത്തം എത്ര പേരുണ്ട്? മൊത്തം എത്ര? 20 സീറ്റാണ്. അപ്പോൾ മൊത്തം 20 പേരാണുള്ളത്. ഒരു സൈഡിൽ 10 പേരും മറ്റേ സൈഡിൽ 10 പേരും. അതിൽ ഫസ്റ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് എത്ര? ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ 2789 ആണ്. അപ്പോൾ ഒരു കുട്ടി മാറി. ഒരു കുട്ടിയുടെ നമ്പർ നമുക്ക് അറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര കുട്ടികളുണ്ട്? ബാക്കി 19 കുട്ടികളാണുള്ളത് അല്ലേ? അപ്പോൾ ലാസ്റ്റ് സ്റ്റുഡൻറ്റിനെ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഈ നമ്പറിനോട് നമ്മൾ ലാസ്റ്റത്തെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 19 കൂട്ടിയാൽ മതി. ഈ നമ്പറിനോട് 19 കൂട്ടിയാൽ മതി. അത് 2789 നമ്മൾ എന്ത് കൂട്ടിയാൽ മതി? 19 പ്ലസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2808 അല്ലേ? 2808. 2789 കൂടെ നമ്മൾ എന്ത് ചെയ്യണം? 19 കൂട്ടണം. അപ്പം നമുക്ക് എത്ര കിട്ടും? 9 8. അപ്പം എത്ര കിട്ടി? 2808 എന്ന് കിട്ടും. അപ്പോൾ ലാസ്റ്റ് കുട്ടിയുടെ നമ്പർ എന്ന് പറയുന്നത് 2808ഉം ഫസ്റ്റ് കുട്ടിയുടെ 2808ഉം ഫസ്റ്റ് കുട്ടിയുടെ 2789ഉമാണ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ നോക്കാം. After the tour is over, each student need to pay the balance amount of rupees 3590. Each student gave it in a different way. Write 2 different ways to show the number 3590 using place value. Place values ഉപയോഗിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഇതിന് എങ്ങനെ എഴുതാം? ഫസ്റ്റ് തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം അല്ലേ? ഫസ്റ്റ് ഏതാണ്? 3000. നിങ്ങൾ എഴുതുമ്പോൾ ലെറ്റേഴ്സിൽ എഴുതിക്കോട്ടോ. 3500 പിന്നെ എത്രയാണ്? 1 എന്ന് പറഞ്ഞാൽ 10 അല്ലേ? 10 പ്ലസ് എത്രയാണ്? 9 ones. ഇങ്ങനെ എഴുതാം അല്ലേ? 9 ones ഇങ്ങനെ എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. 2500 10,000 10 പ്ലസ് 5 പ്ലസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിന് മാറ്റി പ്ലേസ് വാല്യൂസ് വെച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3500 10 പ്ലസ് 9 അങ്ങനെ എഴുതാം. ഇനി ആക്ടിവിറ്റി 4. നമുക്ക് 4ാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോവാം. ഓണം ഷോപ്പിംഗ് ആണ് തന്നിരിക്കുന്നത്. ഇറ്റ്സ് ഓണം. അമീർ ആൻഡ് അമ്മു വെന്റ് ഷോപ്പിംഗ് ഫോർ ന്യൂ ക്ലോത്ത്സ്. ഓണമൊക്കെ ആയി അല്ലേ? മക്കളൊക്കെ ഡ്രസ്സ് എടുത്തോ? എടുത്തു കാണും അല്ലേ?
അപ്പം അതുപോലെ അമീറും അമ്മുവും ഷോപ്പിങ്ങിന് പോയി. അവരും പുതിയ ക്ലോത്ത്സ് ഒക്കെ എടുത്തു. അമ്മു ചൂസ് എ പട്ടുപാവാട വർത്ത് ₹1,200. അമ്മു എന്താണ് എടുത്തത്? അമ്മു പട്ടുപാവാടയാണ് എടുത്തത്. 1200 രൂപയാണ് അതിനായത്. അമീർ ചൂസ് എ മുണ്ട് ആൻഡ് കസവ് ഷർട്ട് worth ₹800 and ₹1,200. അമീർ എടുത്തത് എന്താണ്? ഒരു മുണ്ടും കസവ് ഷർട്ടുമാണ്. 800 രൂപയും 1200 രൂപയും അല്ലേ? ഇനി എന്താണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് വൺ ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് പെയ്ഡ് ഫോർ ദ ക്ലോത്ത്സ് ആൻഡ് ഷോ ദം ബൈ ഡ്രോയിങ് നോട്ട്സ്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അപ്പം എല്ലാം കൂടി ടോട്ടൽ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പം മൊത്തം അവർക്ക് ക്ലോത്തിന് ഇപ്പം ഇവർ എടുത്തേക്കുന്നത് എത്രയായിന്ന് അറിയാൻ വേണ്ടി എല്ലാം കൂടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്ത് നോക്കിയാൽ മതി, കൂട്ടി നോക്കിയാൽ മതി. ആദ്യം അമ്മുവിൻ്റെ എത്രയാണ്? 1200 പ്ലസ് പിന്നെ മുണ്ടിനും ഷർട്ടിനും എത്രയാണ്? 800ഉം 1200. അപ്പം 800 പ്ലസ് 1200. അപ്പം മൊത്തം എത്ര കിട്ടി? ഇതെല്ലാം പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 3200 രൂപ എന്ന് കിട്ടി, റുപ്പീസ് കിട്ടി. മൊത്തം അവർക്ക് അതിന് വേണ്ടി ചിലവായത് 300 and 2000 റുപ്പീസാണ്. ഇനി ഇത് നിങ്ങൾ നോട്ട്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. നിങ്ങൾ എത്ര രൂപ വെച്ചിട്ട് നിങ്ങൾ കൊടുത്തത് നോട്ട്സിലേക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? നിങ്ങൾക്ക് എത്രയൊക്കെ നോട്ട്സ് കൊടുത്താലാണ് 3200 ആവുക? നമുക്ക് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 500 രൂപ 6 എണ്ണം കൊടുത്താൽ നമുക്ക് എത്രയായി? 3000 രൂപയായി ഇല്ലേ? പിന്നെ എത്രയുണ്ട്? ഇനി 200 രൂപയും കൂടെ കൊടുത്താൽ മതി. അപ്പോൾ 200 എത്ര എണ്ണം കൊടുക്കണം? ഒരു നോട്ട് കൊടുത്താൽ മതി. അപ്പം 500ൻ്റെ 6 നോട്ടും 200ൻ്റെ ഒരു നോട്ടും കൊടുത്താൽ നമുക്ക് എത്ര കിട്ടും? 3200 റുപ്പീസ് കൊടുക്കാനായിട്ട് പറ്റും. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. ദേ ഓൾസോ വാണ്ട് ടു ബൈ എ സാരി ഫോർ ദെയർ മദർ. അവർ നല്ല കുട്ടികളാണ്. അത് അവർക്ക് മാത്രമല്ല വാങ്ങിച്ചുള്ളൂ, അവരാർക്കും കൂടി വാങ്ങിച്ചു? അവരുടെ അമ്മയ്ക്കും കൂടി വാങ്ങിക്കാനായിട്ട് പോയി ഇല്ലേ? ദേ ഹാവ് ₹5,000 വിത്ത് ദം. അവരുടെ കയ്യിൽ ആകെ 5000 രൂപയുള്ളൂ. എത്ര? 3200 ഓൾറെഡി അവരുടെ ഡ്രസ്സിനായി. ഇനി എത്ര ബാലൻസ് ഉണ്ടെന്ന് നമ്മൾ നോക്കണം. മൊത്തം അവരുടെ കയ്യിൽ 5000 രൂപയുള്ളൂ. ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ വിച്ച് സാരി ക്യാൻ ദേ അഫോർഡ്. അവർക്ക് ഏത് സാരി ആയിരിക്കും അഫോർഡ് ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മൊത്തം അവരുടെ കയ്യിൽ എത്ര രൂപയുള്ളൂ? 5000 രൂപയുള്ളൂ. അതിൽ അവർ എത്ര രൂപയ്ക്കുള്ള ഡ്രസ്സ് വാങ്ങിച്ചു? ഓൾറെഡി 3200 രൂപയ്ക്കുള്ളത് വാങ്ങിച്ചു. ബാക്കി അപ്പോൾ എത്ര ഉണ്ടെന്ന് അവർക്ക് നമുക്കറിയണം. അപ്പോൾ ബാക്കി അറിയാൻ നമ്മൾ എന്ത് ചെയ്ത് നോക്കിയാൽ മതി? മൈനസ് ചെയ്ത് നോക്കിയാൽ മതി ഇല്ലേ? കുറച്ച് നോക്കിയാൽ മതി. അപ്പോൾ 0 0 പോയി, 0 പോയി. 0 2 പോവുമോ? ഇല്ല. ചെറിയ സംഖ്യ നിന്ന് വലിയ സംഖ്യ പോവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു? 5ൽ നിന്ന് എടുത്ത് കടം എടുത്തു അല്ലേ? അപ്പോൾ ഇവിടെ എത്രയായി? 10. 10ൽ നിന്ന് 2 പോയാൽ എത്രയാണ്? 10ൽ നിന്ന് 2 പോയാൽ 8 ആണ്. ഇവിടെ 5ൽ നിന്ന് കടം എടുത്തിരുന്നു. ബാക്കി എത്രയുണ്ട്? 4 ആണല്ലേ ഉള്ളൂ. 4ൽ നിന്ന് 3 എണ്ണം പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? 1. അപ്പോൾ അവർക്ക് ബാലൻസ് എത്ര കിട്ടിയിരിക്കുന്നത്? 1800 റുപ്പീസാണ്. അപ്പോൾ അവർക്ക് വാങ്ങിക്കാൻ പറ്റിയ സാരി ഏതായിരിക്കും? കണ്ടോ, കാഞ്ചീപുരം സാരിക്ക് 3200. ഇത് അവർക്ക് വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ കസവ് സാരിക്ക് നോക്കിയേ 1900. ആകെ 1800 ഇനി അവരുടെ കയ്യിൽ ബാലൻസ് ഉള്ളൂ. അത് വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. സിൽക്ക് സാരിക്ക് 2400. അതും പറ്റില്ല. പട്ട് സാരിക്ക് 1800 ആണ്. അത് നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് ആണ് അല്ലേ? ബാക്കിയുള്ള എമൗണ്ട് ആണ്. അപ്പോൾ അവർക്ക് വാങ്ങിക്കാൻ പറ്റിയത് പട്ട് സാരിയാണ്. അപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടോട്ടലിൽ നിന്ന് ചിലവാക്കിയത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി ബൈ 3 ഷർട്ട്സ് ഫോർ ₹257. സി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ പറയുന്നത്. ഇത് ഓഫറാണ്. ബൈ 3 ഷർട്ട് ഫോർ ₹257 ഈച്ച്. വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഹി നീഡഡ് ടു ഗീവ് ഫോർ ദ 3 ഷർട്ട്സ് അറ്റ് ദ ഓഫർ പ്രൈസ്? എത്രയാണെന്ന് ചോദിച്ചേക്കണേ? മൊത്തം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അപ്പോൾ അതായത് ഓരോ ഷർട്ടിന് അവന് 3 ഷർട്ടാണ് വാങ്ങിക്കുന്നത്. 257 രൂപയാണ് ഒരു ഷർട്ടിന്. അപ്പോൾ 3 ഷർട്ട് വാങ്ങിക്കും. 257 പ്ലസ് 257 പ്ലസ് 257. ഒന്നെങ്കിൽ കൂട്ടുക അല്ലെങ്കിൽ 257 × 3 മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക. ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുക? നിങ്ങൾക്ക് 771 എന്ന ഉത്തരം കിട്ടും. അപ്പോൾ ടോട്ടൽ റുപ്പീസ് എത്രയാണ്? 771.
ഇതെല്ലാം കൂടി പ്ലസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 257 × 3 ചെയ്താലും മതി. അടുത്ത ആക്ടിവിറ്റി 5 നമുക്ക് നോക്കാം. അഡ്വഞ്ചർ ടോഫി. നിയാസ്, റിയ ആൻഡ് എഡ്വിൻ 3 ഫ്രണ്ട്സ് വെന്റ് ടു ദ പാർക്ക് ടുഗദർ. നിയാസും റിയയും എഡ്വിനും കൂടി ഒരു ഫ്രണ്ട്സ് ആണ് അല്ലേ, അവരെല്ലാവരും കൂടി പാർക്കിലേക്ക് പോയി. There were many games. അവിടെ ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു. ആൻഡ് ദ വൺസ് ഹു സ്കോർഡ് ദ ഹയസ്റ്റ് വുഡ് ഗെറ്റ് ദ ട്രോഫി. ആരാണോ അതിൽ വിൻ ചെയ്യുന്ന, ഹയസ്റ്റ് സ്കോർ എത്തുന്നത്, അവർക്ക് എന്തുണ്ട്, ട്രോഫി ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ദേ വെന്റ് ഫോർ ദ ലെറ്റ്സ് റോ ദ ബോട്ട് കോമ്പറ്റീഷൻ. ആദ്യം അവർ എതിലാണ് പങ്കെടുത്തത്? ലെറ്റ്സ് റോ ദ ബോട്ട് എന്ന കോമ്പറ്റീഷനിലാണ് പങ്കെടുത്തത്. Whoever covers the most distance in 10 minutes will win. ആരാണ് 10 മിനിറ്റും കൊണ്ട് ഏറ്റവും കൂടുതൽ ദൂരം കവർ ചെയ്യുന്നത് അവരാണ് വിജയിക്കുന്നത്. Each of them had 3 rounds. മൊത്തം 3 റൗണ്ട്സ് ഉണ്ട്. The scores for all 3 rounds are given in the table below. Write the total points for each one. ഓരോ റൗണ്ടിലെയും സ്കോറുകൾ 3 പേരുടെയും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൽ ടോട്ടൽ പോയിന്റ്സ് ഫോർ ഈച്ച് വൺ, ഓരോരുത്തർക്കും എത്ര പോയിന്റ്സ് കിട്ടിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൊത്തം 3 പോയിന്റ്സ് ആണുള്ളത്. അപ്പം ആദ്യം നിയാസിന് എഴുതുക. എന്നിട്ട് നിയാസിന് റൗണ്ട് 1 എത്രയാണ്, റൗണ്ട് 2 എത്രയാണ്, റൗണ്ട് 3 എത്രയാണ്, അത് മൊത്തം എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. അപ്പം എത്രയാണ്, 235 പ്ലസ് 572 പ്ലസ് 691. മൊത്തം ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, പ്ലസ് ചെയ്ത് കഴിയുമ്പോൾ 1498 കിട്ടും. ഇനിയോ അടുത്ത റിയാക്ക് എത്രയാണ്, റിയയുടെ 442 പ്ലസ് 273 പ്ലസ് 468 പ്ലസ് ചെയ്തത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, പ്ലസ് ചെയ്ത് കഴിയുമ്പോൾ റിയാക്ക് 1183 കിട്ടും. അടുത്ത ലാസ്റ്റ് ആരാണ്, എഡ്വിനാണ്. എഡ്വിൻ്റെ എത്ര കിട്ടിയെന്ന് അറിയാൻ നമ്മൾ എഡ്വിൻ 364 238 498 അല്ലേ, 364 പ്ലസ് 238 പ്ലസ് 498 മൂന്നും കൂടെ പ്ലസ് ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടി എന്നറിയാൻ പറ്റും. എത്ര കിട്ടി, 1100. ക്ലിയർ ആയോ? അപ്പോൾ ഇതിൽ ആരാണ് വിന്നർ ആയിട്ടുള്ളത്? ഏറ്റവും ഹയസ്റ്റ് സ്ക്വയർ കിട്ടി ആരാണ്, 1498. നിയാസ് ആണ് ജയിച്ചിരിക്കുന്നത്. അപ്പം ആരാണ് ജയിച്ചത്, നിയാസ് ആണ്. ഇനി ബി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് വാസ് ദ ഗെയിം ജമ്പ് ആൻഡ് വിൻ. ജമ്പ് ആൻഡ് വിൻ എന്നുള്ള ഗെയിമാണ് അല്ലേ. ദ നമ്പർ ഓഫ് പിച്ച് ഈച്ച് വൺ ജമ്പ് ഓവർ ഈസ് ഗിവൺ ബിലോ. നിയാസ് 4, റിയ 3, എഡ്വിൻ 5. ഈച്ച് പിറ്റ് ഗീവ് 150 പോയിന്റ്സ്. ഓരോ പിറ്റിനും 150 പോയിന്റ്സ് കിട്ടും. നിയാസ് 4 പിറ്റ് ചാടിയിട്ടുണ്ട്, റിയ 3, എഡ്വിൻ 5. റൈറ്റ് ദ സ്കോർ ഓഫ് ദ വിന്നർ ഇൻ ദിസ് ഗെയിം. ഈ ഗെയിമിലെ വിന്നർ ആരാണെന്നാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 4 × 150 ചെയ്താൽ മതി. 4 × 150 ചെയ്യുക. 4 × 150 ചെയ്യുക. അപ്പം നിയാസിൻ്റെ കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻറ്റു ചെയ്യാൻ. കിട്ടുന്നില്ലെങ്കിൽ 4 പ്രാവശ്യമല്ലേ ചാടി. അപ്പം 150 പ്ലസ് 150 പ്ലസ് 150 പ്ലസ് 150 4 പ്രാവശ്യം ഇട്ടിട്ട് കൂട്ടുക. പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പം മൊത്തം നിങ്ങൾക്ക് എത്ര കിട്ടി, 600. എത്രയാണ്, 600. ഇനി റിയോ 150 പ്ലസ് 150 പ്ലസ് 150. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം, 3 × 150 എന്ന് ചെയ്യാം. അങ്ങനെ ചെയ്താൽ എത്രയാണ് ഉത്തരം കിട്ടുക, 450. റിയാക്ക് 450, നിയാസിന് 600. എഡ്വിൻ്റെ നമുക്ക് 5 പ്രാവശ്യം 150 പ്ലസ് 150 പ്ലസ് 150 പ്ലസ് 150 പ്ലസ് 150. ഇതിലും എളുപ്പം എങ്ങനെയാണ് ചെയ്യണത്, 150 × 5 എന്ന് ചെയ്യണതാണ് നിങ്ങൾക്ക് എളുപ്പം. അപ്പോൾ 150 × 5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 750 എന്ന് കിട്ടും. 750 മൾട്ടിപ്ലൈ ചെയ്യാൻ മക്കൾക്ക് അറിയില്ലേ. അപ്പോൾ അതാ 150 × 5 എങ്ങനെ ചെയ്യുക, 0 × 5 0, 5 × 5 25 അല്ലേ, 25. ബാലൻസ് 2, 1 × 5 5, ബാലൻസ് 2 ഉണ്ട്. അപ്പോൾ 5 + 2 എന്ന് പറയുന്നത് എത്രയാണ്, 7 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 750 എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ ആരാണ് വിൻ ചെയ്തിരിക്കുന്നത്, എഡ്വിൻ ആണ്
വിൻ ചെയ്തിരിക്കുന്നത്. ഇതിലാരാണ് വിൻ ചെയ്തത്? എഡ്വിനാണ് വിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.